ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. പഴയ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നോൺ അക്വസ് സോൾവെൻസിനെ പറ്റി പറയുന്നത്. അതിൽ അമോണിയെ പറ്റി, ലിക്വിഡ് അമോണിയെ പറ്റി നമ്മൾ പറഞ്ഞു തന്നത്. ലിക്വിഡ് അമോണിയയിലെ റിയാക്ഷൻസിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കണ്ട്, പിന്നെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ നിർത്തിയത് അല്ലേ. And you have seen that any ammonium salt or any species which can increase the concentration of ammonium ion is an acid, and any species which can increase the concentration of amide ion is a base in liquid ammonia. And a typical neutralization reaction in liquid ammonia can be written as the reaction between any ammonium salt, say ammonium nitrate. Ammonium nitrate is highly soluble in liquid ammonia, and a potassium amide. എല്ലാ അമൈഡും അമോണിയ സോലിബിൾ അല്ല, അമോണിയ വളരെ സോലിബിൾ. അതിൽ ആർക്കേ പറ്റില്ല അമൈഡ്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും നല്ല സോലിബിലിറ്റി ഉള്ളത് പൊട്ടാഷ്യം ആണ്. സോഡിയം അമൈഡ് സോലിബിലിറ്റി കുറവാണ്. സാധാരണഗതിയിൽ നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ഒരു ബേസ് റിയാക്ഷൻസ് സ്റ്റഡി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് പൊട്ടാസ്യം അമൈഡ് ആയിരിക്കും. പൊട്ടാസ്യം അമൈഡ് is somewhat soluble in liquid ammonia, it is a base in liquid ammonia. So the reaction will be very simple: formation of a potassium nitrate and two molecules of ammonia. Okay, KNO3 plus 2NH3. And this is very similar to reaction in aqueous medium, where say HNO3 react with KOH forming HNO3 forming KNO3 plus H2O. അതേപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ഇത് മാത്രമല്ല, we can see that there are a lot of species which act as acids in liquid ammonia. Liquid ammoniaയിലെ acids act ചെയ്യുന്ന species, ഇങ്ങനത്തെ species ആയിരിക്കും അത് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു കഴിഞ്ഞു. Those species which when dissolved in liquid ammonia increases the concentration of ammonium ions. ഈ അമൈഡ്സ്, ഈ പറഞ്ഞ സ്പീഷീസിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ അമോണോ ആസിഡ്സ് എന്ന് പറയും. അമോണോ ആസിഡ്സ്, അക്വ ആസിഡ്സ് വാട്ടർ ആസിഡ്സ്, അതുപോലെ അമോണോ ആസിഡ്സ്, ദാറ്റ് ഈസ് ദോസ് സ്പീഷീസ് വിച്ച് ഇൻ ലിക്വിഡ് അമോണിയ ആക്ട് ആസ് എ ആസിഡ്. എന്തായിരിക്കും അത്? ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അമോണിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടും. ആ സ്പീഷീസിനൊക്കെ നമുക്ക് എന്താ പറയാം? അമോണോ ആസിഡ്സ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അമോണിയം അയണും ഒരു അമോണോ ആസിഡ് തന്നെയാണ്. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദി കേസ് ഓഫ് സേ യൂറിയ. യൂറിയ ഈസ് നമ്മുടെ യൂറിയനെ പറ്റി ഡിഗ്രി ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ. യൂറിയ ബിഹേവ്സ് ആസ് എ വീക്ക് മോണോ ആസിഡ് ബേസ്. മോണോ ആസിഡ് ബേസ് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ പഠിച്ചാണ്. യൂറിയ ഒരു വളരെ വീക്കായ മോണോ ആസിഡ് ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. മോണോ ബേസിക് ആസിഡ്, ഡൈബേസിക് ആസിഡ് എന്ന് പറയുമ്പോൾ മോണോ ആസിഡ് ബേസ്, ഡൈ ആസിഡ് ബേസ് എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ വീക്ക് ബേസ് ഇൻ അക്വസ് മീഡിയം. ഇൻ അക്വസ് മീഡിയം യൂറിയ ഈസ് എ വൈ? ബിക്കോസ് യൂറിയ CO కూడా 2 NH2 വേറെ പറയുന്നത് NH2 പ്ലസ്. ഇതാണ് അക്വസ് മീഡിയത്തിലുള്ള റിയാക്ഷൻ. ശരിക്കും ഇങ്ങനെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. യൂറിയയുടെ റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. യൂറിയ ആക്ട്സ് ആസ് എ പ്രോട്ടോൺ ആക്സെപ്റ്റർ ഇൻ അക്വസ് മീഡിയം ആൻഡ് സേ ആക്ട്സ് ആസ് എ base. Or we can say urea when dissolved in water, yes, you can see the increase in the concentration of vitamin 7, so urea is acting as a base, but it's a very weak base. അപ്പോൾ അക്വസ് മീഡിയത്തിലെ വളരെ വീക്ക് ബേസ് ആയിരിക്കുന്ന പല സബ്സ്റ്റൻസും ന്യൂട്രൽ ആയിരിക്കുന്ന ചില സബ്സ്റ്റൻസും ഒക്കെ അമോണിയ മീഡിയത്തിൽ എന്താണ്? they can act as acids. അതാണ് പ്രധാനമായും. See, those substances which are weak bases or ന്യൂട്രൽ. അപ്പം വീക്ക്ലി ബേസിക്കോ ന്യൂട്രലോ ആയ എല്ലാ സബ്സ്റ്റൻസും അല്ല, പല സബ്സ്റ്റൻസും അമോണിയയിൽ അതിനെ ആസിഡ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? the difference between the inherent acidity and basicity of ammonia. അമോണിയ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയ സോൾവെന്റ് ആണ്, വാട്ടറിനെ അപേക്ഷിച്ച് കൂടുതൽ ബേസിക് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ വാട്ടറിന് നേരെ പ്രോട്ടോൺ ആക്സെപ്റ്ററായി ആക്ട് ചെയ്യുന്ന യൂറിയക്ക് അമോണിയയുടെ നേരെ എന്തായിട്ട് ആക്ട് ചെയ്യാം? പ്രോട്ടോൺ ഡോണറായിട്ട് ആക്ട് ചെയ്യാം.
protonate act ചെയ്ത് സംഭവിക്കും. Yes, urea will act as a donate a proton to ammonia that causes increase in the concentration of ammonium ions. We say yes, urea is acting as a acid. പറയുന്നത് മനസ്സിലാകണ്ട. അക്വസ് മീഡിയത്തിലെ യൂറിയ ഒരു ബേസ് ആണ്. Why? Because ഇത് രണ്ടെണ്ണം നോക്കി കഴിഞ്ഞാൽ പ്രോട്ടോൺ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടാണ് പോകുന്നത്. See, take the case of ഇതെടുത്തോട്ടെ. Urea, instead of a water, if the solvent is ammonia, we can see that the reaction is see like this. Yes, ammonia takes a proton from urea. Here, urea takes a proton from water. So in aqueous medium, urea is a base, weak base. Of course, in liquid ammonia, it is a weak acid. Urea, where is acetamide, CH3, CO, NH2. Although we have studied final basic class, amides are neutral compounds. Even though they have the NH2 group, because of the involvement of the lone pair of nitrogen, lone pair on nitrogen with a resonance with the carbonyl group, this ammonia, this NH2 group cannot act as a proton acceptor. And this acetamide or any such amides are neutral compounds. This is ammonia, in liquid ammonia. You can see that again, CH3, CO, NH minus plus NH4 plus. Here also this proton goes with ammonia, or we say this acts as a proton donor towards ammonia, or we can say that yes, when acetamide is when acetamide is added to ammonia, that causes an increase in the concentration of ammonium ion. So acetamide is an acid. Acetamide aqueous medium neutral ആണ്, അത് അമോണിയയിലെ ആസിഡ് ആണ്. യൂറിയ aqueous medium ഒരു വീക്ക് ബേസ് ആണ്, അതും അമോണിയയിലെ ആസിഡ് ആണ്. വേറെ കോമ്പൗണ്ട്സ് പറയുന്നുണ്ട്. SO2, സൾഫാമൈഡ്. SO2 with 2 NH2 groups. ഇതും എന്താണ്, അമോണിയയിലെ aqueous medium വീക്ക്ലി ബേസിക്കോ ന്യൂട്രലോ ആണ്. ഇവിടെ ലിക്വിഡ് അമോണിയ എന്താണ്, അത് അസിഡിക് ആണ്. ഇതൊക്കെ ലിക്വിഡ് അമോണിയക്ക് പ്രോട്ടോൺ അങ്ങോട്ട് കൊടുക്കും. കാരണം വാട്ടർ അപേക്ഷിച്ച് ലിക്വിഡ് അമോണിയ കൂടുതൽ സ്ട്രോങ് ആയ ഒരു പ്രോട്ടോൺ ആക്സെപ്റ്റർ ആണ്. മനസ്സിലായിട്ട് പറയുന്നത്. നമ്മൾ അതിലേക്കൊന്നും പോയില്ലെങ്കിൽ we can see that when we dissolve say sulfamide or acetamide or urea in liquid ammonia, all these things it causes an increase in the concentration of ammonium ion, and we can say all these things are acting as acids in liquid ammonia. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇനി വേറൊരു കാര്യം, sulfamic acid. Sulfamic acid കേട്ടിട്ടുണ്ടോ? Sulfamic acid is a SO2 NH2 OH. Sulfamic acid is a monobasic acid in aqueous medium. Sulfamic acid is a monobasic acid in aqueous medium because there is an OH group, and we can say that yes, in aqueous medium we will ionize into like this. That is this NH2 group will not undergo ionization in aqueous medium, and only this OH group, and we can say yes, this OH group will transfer a proton to water, causing increase in the concentration of H3+ ions, or it is an acid and it is a monobasic acid. Only one proton is involved in this reaction. Whereas the same thing, sulfamic acid can act as a dibasic acid, because when we come to liquid ammonia, we can say that both these protons are involved in the acid-base reaction, and we can say that both the protons can be donated to liquid ammonia, and sulfamic acid acts as a
ഡൈബേസിക് ആസിഡ് ഇൻ ലിക്വിഡ്. പറയുന്നത് ക്ലിയർ ആണ്. ഇത് ലിക്വിഡ് അമോണിയ ഡൈബേസിക് ആസിഡ് ആണ്. ഈ പ്രോട്ടോണിനെയും ഈ പ്രോട്ടോണിനെയും അമോണിയ കൊടുക്കാൻ പറ്റും. aqueous മീഡിയത്തിലെ അത് മോണോബേസിക് ആസിഡ് ആണ്. because only this OH proton can be given or donated to liquid ammonia. Sorry, donated to water. So aqueous മീഡിയത്തിലെ സൾഫാമിക് ആസിഡ് ഒരു മോണോബേസിക് ആസിഡ് ആണ്. അതേ സൾഫാമിക് ആസിഡ് ലിക്വിഡ് അമോണിയ മീഡിയത്തിൽ അത് ഡൈബേസിക് ആസിഡ് ആണ്. ഡൈനൈസസ് ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല. O മൈനസ് SO2 NH മൈനസ് ബോത്ത് ദി പ്രോട്ടോൺ. ഇവിടെ ഉണ്ടായിരുന്ന പ്രോട്ടോണും ഇവിടെ ഉണ്ടായിരുന്ന പ്രോട്ടോൺ, ഈ രണ്ട് പ്രോട്ടോണും ഡൊണേറ്റ് ചെയ്തു പോയി. ഈ രണ്ട് പ്രോട്ടോണും പോയി. and we say as this anion is formed. അപ്പോൾ അസെറ്റാമൈഡും സൾഫാമൈഡും യൂറിയും ഒക്കെ അക്വസ് മീഡിയത്തിലെ വീക്ക്ലി അസിഡിക്കോ വീക്ക്ലി ബേസിക്കോ വീക്ക്ലി ബേസിക്കോ അല്ലെങ്കിൽ ന്യൂട്രലോ ആണ്. യൂറിയ വീക്ക്ലി ബേസിക് ആണ്. സൾഫാമൈഡ് വെരി വീക്ക്ലി ബേസിക് ആണ്. അസെറ്റാമൈഡ് ഓൾമോസ്റ്റ് ന്യൂട്രൽ ആണ്. ഈ സാധനങ്ങളൊക്കെ ലിക്വിഡ് അമോണിയയിലെ സ്ട്രോങ് അല്ലെങ്കിലും വീക്ക് ആസിഡ്സ് ആണ്. മറ്റടുത്ത് ബേസോ ന്യൂട്രലോ ആണ്, ഇവിടെ ആസിഡ്സ് ആണ്. അത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. all these things can be considered as a amino acid. Sulfamic acid ആയാലും ശരി, യൂറിയ ആയാലും ശരി, അസെറ്റമൈഡ് ആയാലും ശരി, സൾഫാമൈഡ് ആയാലും ശരി, all are amino acids. All these things behave as acids in liquid ammonia. വേറെ കാര്യമുള്ളത് നമുക്കറിയാം, many metals react with the aqueous solution of acids with the liberation of a hydrogen. നമ്മൾ ആസിഡിന്റെ ഡെഫിനിഷൻ തന്നെ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് അല്ലേ? hydrogen aqueous medium അല്ലെങ്കിൽ when react with the metal, those hydrogens which are called replaceable hydrogen. നമ്മൾ പഠിച്ചോർമ്മയുണ്ടോ? replaceable hydrogens. Hydrogen atoms can be replaced with metal with the liberation of hydrogen. Or we say metals react with the acids with the liberation of a hydrogen, resulting in the formation of the salt of the metal. For example, we can say that a cobalt react with the nitric acid. Dilute nitric acid cobalt നമ്മൾ റിയാക്ഷൻ എന്താണ്? ആർക്കും നമുക്ക് കെമിസ്ട്രി അറിയാൻ ആർക്കും എഴുതാൻ പറ്റുന്നതാണ്. കൊബാൾട്ട് നൈട്രേറ്റ് CO twice plus CO plus 2HNO3 giving CONO3 twice plus hydrogen. This hydrogen is evolved. ഒരുപാട് മെറ്റൽസ് ഉണ്ട്. സിങ്ക് വെച്ചിലൂടെ എന്താ റിയാക്ട് ചെയ്യുക? സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അയൺ വെച്ചിൽ നമ്മൾ എന്താണ്? iron chloride FeCl2 plus hydrogen. So these metals, active metals, can replace hydrogen from acids. Their reaction, if you take the case of a ammonium salt dissolved in liquid ammonia, that is you can say that the same cobalt will react with the ammonium nitrate, not in aqueous medium but in liquid ammonia. We say in liquid ammonia, yes, ammonium nitrate is an acid. We can say that the reaction, എങ്ങനെയാണ് റിയാക്ഷൻ ഉണ്ടാവുക? ഇതേപോലെ ഉണ്ടാവും. എന്തുണ്ടാവുക? കൊബാൾട്ട് നൈട്രേറ്റ് പ്ലസ് പിന്നെ എന്തുണ്ടാവുക? രണ്ട് അമോണിയം നൈട്രേറ്റ് റിയാക്ട് ചെയ്ത് കൊബാൾട്ട് നൈട്രേറ്റും ഒരു ഹൈഡ്രജനും ഇവാൾഡ് ആൻഡ് രണ്ട് അമോണിയം. So you can see that just as in aqueous medium cobalt react with the nitric acid forming cobalt nitrate and hydrogen, you can see in liquid ammonia medium cobalt react not with nitric acid but with the ammonium nitrate forming the same cobalt nitrate with the liberation of a hydrogen. ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന സാധനം is a product of reaction between two molecules of ammonia and two molecules of nitric acid. ഇവിടെ ഉണ്ട്. ഇവിടെ രണ്ട് അമോണിയം കുടിച്ചാണ് അമോണിയം നൈട്രേറ്റ് ആയി. അത് വേറെ വഴിക്ക് വേറൊരു ആംഗിൾ കാണുന്നതാണ്. പക്ഷെ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, യു കെൻ സീ ദാറ്റ് അമോണിയം നൈട്രേറ്റ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് അമോണിയ. അതിലേക്ക് നമ്മൾ കൊബാൾട്ട് മെറ്റൽ ആഡ് ചെയ്ത് പൗഡേർഡ് കൊബാൾട്ട് മെറ്റൽ ആഡ് ചെയ്ത് യു കെൻ സീ ദാറ്റ് യെസ് കൊബാൾട്ട് നൈട്രേറ്റ് ഈസ് ഫോംഡ് വിത്ത് ദ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ. നൈട്രിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പൗഡേർഡ് കൊബാൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിറ്റ് ചെയ്യേണ്ടി വരും. വേറെ കാര്യം വി കെൻ സീ ദാറ്റ് കൊബാൾട്ട് നൈട്രേറ്റ് ഈസ് ഫോംഡ് ദ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ. കൊബാൾട്ട് നൈട്രേറ്റ് ഇവിടെ ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ അമോണിയം എക്സസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കെൻ സീ ദാറ്റ് ദിസ് എ വെരി ക്ലോസ് പാരലൽ ബിറ്റ്വീൻ the reactions in aqueous medium and in liquid ammonia medium. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് liquid ammonia is considered as the most water like non aqueous solvent. ഏറ്റവും വാട്ടർ ലൈക്ക് ആയ non aqueous solvent liquid ammonia.
പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ തന്നെയാണ് ഏതൊക്കെ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ metallic sodium. If you add a metallic sodium to an ammonium salt dissolved in liquid ammonia, liquid ammonia ആണ് ammonium salt dissolved when you can see that എന്തുണ്ടാവുക, metallic sodium liberates hydrogen from ammonium ion. ഇത് വെള്ളത്തിൽ നടക്കുന്ന റിയാക്ഷൻ. നമുക്ക് വെള്ളത്തിൻ്റെ റിയാക്ഷൻ വേറെയാണ്. കാരണം എന്താണ്, വെള്ളത്തിൽ സോഡിയം വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതിന് പകരം അമോണിയ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. ഇറ്റ്സ് ആൻ ആക്റ്റീവ് മെറ്റൽ. ദിസ് ആക്റ്റീവ് മെറ്റൽ ക്യാൻ റീപ്ലേസ് ഹൈഡ്രജൻ ഫ്രം അമോണിയം സോൾട്ട്. ദിസ് ആക്റ്റീവ് കോബാൾട്ട് അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ ദാറ്റ് ഓൾസോ ക്യാൻ റീപ്ലേസ് ഹൈഡ്രജൻ ഫ്രം അമോണിയം സോൾട്ട്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇതേപോലെ തന്നെയാണ് ബേസസും. പക്ഷെ ബേസ് നമുക്കറിയാം വാട്ടറിലാണ് ബേസ് അറ്റാക്ക് ചെയ്യുന്നത്, ഹൈഡ്രോക്സൈഡ് ആയാണ്. പക്ഷെ ഹൈഡ്രോക്സൈഡ് മാത്രമല്ല, യു കെൻ സീ ദാറ്റ് ഹൈഡ്രോക്സൈഡ് ആൻഡ് ഓക്സൈഡ്, both hydroxide and oxide can act as bases in aqueous medium. Aqueous medium hydroxide base ആണ്. calcium oxide magnesium oxide ഒക്കെ of course when dissolved in water that will convert into hydroxide. ഒരു പ്രശ്നം, oxides and hydroxides are acting as bases in. ഇതിന്റെ തമ്മിലുള്ള ബന്ധം വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ, ഇതിന്റെ മേലത്താരാണ് H2O. H2O യിൽ നിന്ന് ഒരു പ്രോട്ടോൺ പോയത് OH മൈനസ് ആവും, ഒരു പ്രോട്ടോൺ പോയത് O2 മൈനസ് ആവും. മനസ്സിലാകുന്നില്ലേ? ദിസ് വാട്ടർ മോളിക്യൂൾ when it loses one proton it is converted into OH minus. When it loses the second proton it is converted into O2 minus. You can say OH minus is the conjugate base of water and O2 minus is the conjugate base of OH minus. ഇത് രണ്ട് bases ആണ്. നമ്മൾ അമോണിയ എടുത്തു കഴിഞ്ഞാലോ, you can see that in the case of ammonia we have when it loses one proton it is converted to the amide. When it loses two protons it is converted to the imide. Still it has one more proton. Water രണ്ടേ കൂടെ പോകുന്നുണ്ട് and it is converted into nitrite. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണോ വാട്ടറിലെ ഹൈഡ്രോക്സൈഡും ഓക്സൈഡും ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അക്വസ് മീഡിയത്തിൽ, അതേപോലെ അമോണിയ മീഡിയത്തിൽ അമൈഡ് മാത്രം, അമൈഡ്, ഇമൈഡ് ആൻഡ് നൈട്രൈറ്റ്, ഓൾ ദീസ് ത്രീ തിങ്സ് ക്യാൻ ആക്ട് ആസ് ബേസസ് ഇൻ ലിക്വിഡ് അമോണിയ. The amide is similar to hydroxide, the imide is similar to oxide, and there is no analog for nitrite in aqueous medium. Aqueous mediumത്തിലെ നൈട്രൈറ്റിന് അനലോഗ് ഇല്ല. പക്ഷേ ഇമൈഡിന് അനലോഗാണ് ഓക്സൈഡ്, അമൈഡിന്റെ അനലോഗാണ് ഹൈഡ്രോക്സൈഡ്. കാരണം ഇത് ഉണ്ടാവുന്നതിനാണ് ആ ന്യൂട്രൽ സോളിഡ് മോളിക്യൂളിൽ നിന്ന് ഓരോ പ്രോട്ടോൺ പോകുന്നതാണ്. വാട്ടർ രണ്ട് പ്രോട്ടോൺ ഉള്ളൂ, അതുകൊണ്ട് OH മൈനസ് O2 മൈനസ് ആയിട്ട് അവിടെ നിന്നു. അമോണിയയിൽ 3 പ്രോട്ടോൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ NH2 മൈനസ്, NH2 മൈനസ് ആൻഡ് N3 മൈനസ്. യു കെൻ സീ ദാറ്റ് സേ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് വളരെ സിമ്പിൾ ആണ്. കേസ് യൂണിവാലന്റ്, ദിസ് ഇസ് ഡൈവാലന്റ്, ദിസ് ട്രൈവാലന്റ്. അതുകൊണ്ട് എടുത്ത് ബിസ്മത്ത് നൈട്രൈഡ്, lead imide and potassium amide. All these three things we can say act as a bases in liquid ammonia. Potassium amide ആയാലും ശരി, lead imide ആയാലും ശരി, ബിസ്മത്ത് നൈട്രൈഡ് ആയാലും ശരി, all these things are acting as a basis in liquid ammonia. And we can write an equation for neutralization reactions involving all these three things. For example, ധാരാളം റിയാക്ട് ചെയ്യാം. ഇത് ബേസാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആസിഡായിട്ടായിരിക്കും. നമ്മൾ ഏറ്റവും നല്ല ആസിഡ് എഴുതാൻ പറ്റുന്നത് അമോണിയം നൈട്രേറ്റ് ആണ്, NH4NO3. So this is a base, this is an acid. What is the reaction? നമുക്ക് നോക്കിയാൽ അറിയാം. Very simple. KNO3 plus 2 molecules of ammonia. ഇതൊന്നും ബൈക്കാട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമാണ്, നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇമൈഡിന്റെ കേസിൽ എന്താണ്? യെസ്, ഇമൈഡ് will react with 2 equivalents of NH4NO3. ഇത് വളരെ സിമ്പിൾ ആണ്. എന്താ ഉണ്ടാവുക? PbNO3 twice. നിങ്ങൾ ദയവായിട്ട് ഇതൊന്നും അങ്ങനെ തന്നെ മകപ്പ് ചെയ്ത് വൈകാട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. Pb is divalent, so 2 അമോണിയം നൈട്രേറ്റ് കാണും സ്വാഭാവികമായിട്ടും. നെറ്റ് നൈട്രേറ്റ് പ്ലസ് പിന്നെ എന്താ ഉണ്ടാവുക?
2 അമോണിയവും ഒരു NH കൂടി ചേർന്നാൽ 3 അമോണിയ മോളിക്യൂൾസ് അതിൻ്റെ ഉണ്ടാവും. ഇനി നൈട്രൈഡിനോ യാതൊരു സംശയമില്ല. ഇറ്റ് വിൽ റിയാക്ട് വിത്ത് 3 equivalents of ammonium nitrate forming again DiNO3 thrice plus 3 NH4 ഒരു NM കൂടി ചേർന്നാൽ 4 NH3 ഉണ്ടാവും. See how similar these reactions are. So potassium amide will react with ammonia, lead imide will also react with ammonium nitrate, bismuth nitrate also will react with ammonium nitrate. These are ammono bases, amides, imides and nitrates. See, and you can see that yes, just like this aqueous medium similar reaction in aqueous medium you can see that yes, KOH plus HNO3 forming KNO3 plus H2O. രണ്ടാമത് ഇതിന് പകരം TbO plus HNO3 TbNO3 twice plus 2HNO3 വേണം plus 2H2O. DIN ഞാൻ സിമിലാരിറ്റിക്ക് വേണ്ടി എഴുതുന്നതാണ്, കമ്പാരിസൺ എഴുതുന്നതാണ്, plus 3HNO3 giving DiNO3 thrice plus എന്തുണ്ടാവുക എന്നല്ല സോറി എന്താ എഴുതുക ഇല്ലല്ലോ ഞാൻ അറിയാണ്ട് ഇതിപ്പോൾ സോറി there will be only yes ഹൈഡ്രോക്സൈഡും ഓക്സിജൻ. നേരത്തെ പറഞ്ഞു ഹൈഡ്രോക്സൈഡിന് അനലോഗ് ആയിട്ട് ഇവിടെ അമൈഡ് ഉണ്ട്, ഓക്സൈഡിന് അനലോഗ് ആയിട്ട് ഇമൈഡ് ഉണ്ട്. ഇതിന്റെ അനലോഗ് ഇല്ല. അപ്പൊ ഇത് രണ്ട് എഴുതാൻ പറ്റും. ഇത് രണ്ട് നോക്കിയാൽ വളരെ സിമിലർ ആണ്. ഇവിടെ ഒരു വാട്ടർ ഇവിടെ 2 വാട്ടറും 2 അമോണിയ 3 അമോണിയ വ്യത്യാസം മാത്രമേ ഉള്ള ഒരു അമോണിയ ഇതിൽ തന്നെ വന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. So we can see that yes again there is a very close parallel between acid base reactions in liquid ammonia and acid base reactions in aqueous medium. പിന്നെ വേറെ കാര്യമുള്ളത് ശ്രദ്ധിക്കാം. കുറച്ചു മുമ്പേ പറഞ്ഞു അക്വസ് മീഡിയത്തിലെ വീക്ക് ബേസസ് ആയ യൂറിയ അല്ലെങ്കിൽ ന്യൂട്രൽ ആയ അസിറ്റമൈഡ്, സൾഫോമൈഡ് ഒക്കെ യെസ് ദേ ആർ ആക്ടിങ് ആസ് എ ആസിഡ്സ്. തിരിച്ചു പറഞ്ഞാല് അക്വസ് മീഡിയത്തിൽ സ്ട്രോങ് ബേസ് ആയിരിക്കുന്ന സാധനങ്ങൾ പലതും ലിക്വിഡ് അമോണിയ മീഡിയത്തിൽ ആരായിരിക്കും? വീക്ക് ബേസസ് ആയിരിക്കും. കാരണം എന്താണ്? യെസ് ലിക്വിഡ് അമോണിയ ഇറ്റ്സ് വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, വീക്ക് ബേസ് ഈസ് എ പുവർ പ്രോട്ടോൺ ആക്സെപ്റ്റർ. വീക്ക് ബേസ് ഈസ് എ പുവർ പ്രോട്ടോൺ ആക്സെപ്റ്റർ. അപ്പൊ ലിക്വിഡ് അമോണിയയില് അക്വസ് മീഡിയത്തില് സ്ട്രോങ് ബേസ് ആയിരിക്കുന്ന പല സബ്സ്റ്റൻസും ഹൈഡ്രോക്സൈഡും ഒക്കെ അക്വസ് അമോണിയ മീഡിയത്തിലായിരിക്കും വീക്ക് ബേസസ് ആയിരിക്കും. ഓക്കെ, അക്വസ് മീഡിയത്തില് ശ്രദ്ധിക്കുക, മാറിപ്പോയത് ഇറ്റ് ഈസ് അക്വസ് മീഡിയം, ദിസ് ഈസ് എ അമോണിയ മീഡിയം. അക്വസ് മീഡിയത്തിലെ weak base or neutral compound or yes weak acids. ഈ പറഞ്ഞ ന്യൂട്രലും വീക്ക് ബേസ് പല സാധനങ്ങളും അമോണിയ മീഡിയത്തിൽ, അതേപോലെ യൂറിയ പോലെ അസെറ്റമൈഡ് പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ ആരാണ്? അമോണിയയിലെ വീക്ക് ആസിഡ്സ് ആണ്. അക്വസ് മീഡിയത്തില് സ്ട്രോങ് ആയിരിക്കുന്ന ബേസസ് ഇവിടെ ആരായിരിക്കും? യെസ് ആസിഡ് ആവില്ല, ആരായിരിക്കും? വീക്ക് ബേസ് ആയിരിക്കും. ക്ലിയർ? വീക്ക് ബേസ് ഇവിടെ വീക്ക് ആസിഡ് ആണ്, സ്ട്രോങ് ബേസ് ഇവിടെ വീക്ക് ബേസ് ആണ്. മൊത്തത്തിൽ എന്താണ്? ബേസിന്റെ ശക്തി കുറഞ്ഞു വന്ന് ആസിഡ് ആയി അവിടെ വീക്ക് ആകുമ്പോൾ. ഇവിടെ അത്രയും കുറഞ്ഞില്ല, കുറഞ്ഞു വന്ന് ഇവിടുത്തെ സ്ട്രോങ് ഇവിടുത്തെ വീക്കായി. ഇനിയോ വെരി സ്ട്രോങ് ബേസസ്, അക്വസ് മീഡിയത്തിലെ വെരി സ്ട്രോങ് ബേസസ് ആയ പല സബ്സ്റ്റൻസും ഇവിടെ എന്തായി മാറും? നമ്മൾ പെട്ടെന്ന് സ്ട്രോങ് ബേസ് ആവും, വെരി സ്ട്രോങ് ആവുന്നതായി സ്ട്രോങ് ആയാലും എത്ര വരെ പോകും? സ്ട്രോങ് ആയാലും അതിന് പോകാനൊരു ലിമിറ്റ് ഉണ്ട്.
നമ്മൾ അതിലേക്ക് നേരത്തെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ യെസ് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഇത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നമ്മൾ അക്വസ് മീഡിയത്തിലേക്ക് തന്നെ വരും. അക്വസ് മീഡിയം ശ്രദ്ധിക്കുക. അക്വസ് മീഡിയത്തില് ഒരു ബേസ് നമ്മളിപ്പോ NaOH dissolve ചെയ്താൽ എന്താ can see that catalysis into Na plus and OH minus. യാതൊരു സംശയമില്ല. CaO വാട്ടറിൽ ചെയ്യുന്നതിന് CaOH twice. അവിടെയും Ca will ionize into Ca2 plus and OH minus. ഇതൊരു വീക്ക് ബേസ് ആണ്. ഇത് കുറച്ച് സ്ട്രോങ് ആയ ബേസ് ആണ്. ഇതിനേക്കാൾ സ്ട്രോങ് ആയ ബേസ് ആണ് ഇതിപ്പോ sodium ethoxide. Sodium ethoxide is a very strong base compared to sodium hydroxide, and when we add it to aqueous medium, we can see that it converted into sodium ethoxide when dissolved in water, added to water, is converted into sodium hydroxide and ethanol. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ആരാണ്? അക്വസ് മീഡിയത്തിലുള്ള ബേസ് ആണ്. ഹൈഡ്രോക്സൈഡ് ആണ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് ആനയോൺ. ഈ ക്യാരക്ടറിസ്റ്റിക് ആനയോണേക്കാളും സ്ട്രോങ് ആയ ഒരു ബേസ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ടേക്ക് എ പ്രോട്ടോൺ ഫ്രം വാട്ടർ and gets converted into neutral molecule, and the water molecule is converted into OH minus. അപ്പോൾ മനസ്സിലാണെങ്കിൽ നമ്മൾ സോഡിയം എത്തോക്സൈഡ് ഫുൾ ആയിട്ട് എടുക്കാണ്ട് എത്തോക്സൈഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ സോഡിയം ആണെന്നുണ്ട്. സോഡിയം ഇത് ഇപ്പോൾ സോഡിയം എത്തോക്സൈഡ് എന്താണ്? സോഡിയം അയോണും എത്തോക്സൈഡ് അയോണാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം അയോണും ഹൈഡ്രോക്സൈഡ് അയോണാണ് വാട്ടറിൽ. അപ്പോൾ എത്തോക്സൈഡ് അയോൺ എന്താ ഉണ്ടാവുക? ഹൈഡ്രോക്സൈഡായി മാറി ഇതെന്താവും? അത് എത്തനോൾ മോളിക്യൂളായി മാറുന്നു. നമ്മൾ ഹൈഡ്രോക്സൈഡ് ആവുന്നതിനേക്കാൾ സ്ട്രോങ് ആയ ഏത് ബേസ് എടുത്താലും ഹൈഡ്രോക്സൈഡ് ആവുന്നതിനേക്കാൾ സ്ട്രോങ് ആയ ഏത് ബേസ് എടുത്താലും we can see that is converted into hydroxide in aqueous medium. മനസ്സിലുണ്ടെങ്കിൽ കാരണം വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്സൈഡ് അയോണാണ്. ക്ലിയർ? ഹൈഡ്രോക്സൈഡ് അയോണേക്കാൾ സ്ട്രോങ് ആയ ഒരു ബേസ് if you add to water, we can see that base is converted into hydroxide ion. How? Yes, that base being stronger than hydroxide takes away proton from water molecule, and that water molecule is converted into hydroxide, and that base molecule is converted into neutral molecule. Ethoxide is converted into ethanol, and you can say when you have amide ion, amide ion is a strong base compared to hydroxide nekal strong aanu amide. Nammal adu water like ade endu sambhavikkum? You can see that yes, it is converted into NH3 plus OH minus. ഈ പ്രോട്ടോൺ ഇങ്ങോട്ട് എടുക്കും. ചുരുക്കി പറഞ്ഞാല് അക്വസ് മീഡിയത്തിലെ വാട്ടർ മീഡിയത്തിലെ ഹൈഡ്രോക്സൈഡിനേക്കാൾ സ്ട്രോങ് ആയ ഒരു ബേസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. All bases which are stronger than hydroxide are converted into hydroxide in water. അപ്പോൾ എത്ര സ്ട്രോങ് ബേസ് വന്ന് വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, മാക്സിമം അതിലൂടെ വരെ പോവാം ഹൈഡ്രോക്സൈഡ് വരെ മാത്രമേ. ഹൈഡ്രോക്സൈഡിനേക്കാൾ സ്ട്രോങ് ആയ ബേസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബേസ് വാട്ടറിൽ നിന്ന് ഒരു പ്രോട്ടോൺ സ്വീകരിച്ച് വാട്ടറിനെ ഹൈഡ്രോക്സൈഡ് ആക്കി മാറ്റും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അക്വസ് മീഡിയത്തിലെ no base can exist other than or stronger than hydroxide ion, or we say all stronger bases are leveled to hydroxide ion in aqueous medium. aqueous medium പറയുന്നത് ക്ലിയർ ആണല്ലോ? വാട്ടറിനേക്കാളല്ല ഹൈഡ്രോക്സൈഡിനേക്കാളും വാട്ടറിന്റെ മാക്സിമം ഞാൻ പറഞ്ഞ വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബേസ് ഹൈഡ്രോക്സൈഡ് ആണ്. അതിനേക്കാൾ സ്ട്രോങ് ആയ ഏത് ബേസ് വന്നാലും എന്ത് സംഭവിക്കും? യെസ്, ദാറ്റ് ഈസ് യെസ് റിയാക്ട് വിത്ത് ദി സോൾവെന്റ് ആൻഡ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ദ ഹൈഡ്രോക്സൈഡ് അയോൺ ഓർ ദി ക്യാരക്ടറിസ്റ്റിക് ബേസ് ഓഫ് ദാറ്റ്. സോ ആ മീഡിയത്തിലുള്ള ബേസ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബേസ് ആയ ഹൈഡ്രോക്സൈഡ് ആയി മാറും. പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? ഇതിനാണ് നമ്മൾ ഇത് പറയുന്നത് ലെവലിംഗ് ഇഫക്റ്റ്. ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നില്ല. ലെവലിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്